ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ രാവിലെ തന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് മമ്മ മുറ്റത്തേക്ക് ഇറങ്ങിക്കാണ് കേട്ടോ. അപ്പോൾ കറുമത്തിങ്ങയും കൈപ്പക്കയും പിന്നെ മാങ്ങഞ്ചിയും കൂടെ അച്ചാറിടാന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇരുന്ന് നുറുക്കുകയാണ് കേട്ടോ. മുറ്റത്ത് തന്നെ ഇരുന്നിട്ട് മണ്ണിന്ന് പറിച്ചു വിടുന്ന പാടന്നെ അമ്മമ്മ നന്നാക്കിയിട്ട് നുറുക്കുകയാണ്. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ അതാ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. നിന്നിട്ട് ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മത്തി അയിലയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടെ നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ചോറ് ഊറ്റി അടുപ്പത്ത് തന്നെ കറി വെച്ചിട്ടുണ്ട്. മത്തി ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുപ്പത്ത് മീനും പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പുറത്തത്തെ വെക്കൽ കഴിഞ്ഞു കേട്ടോ. പിന്നെ കാബേജ് ഉപ്പേരിയാണ് വെക്കാനുണ്ടായിരുന്നത്. കാബേജ് ഉപ്പേരി ആട്ടോ വെക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ ഉള്ളിൽ പിന്നെ ഗ്യാസ്മേൽ വെച്ചു കേട്ടോ. അപ്പോൾ അതാ കടുക് വറുത്തിട്ട് അതിൽ കറിവേപ്പിലയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ കാബേജ് നുറുക്കിയത് പച്ചമുളകും കാബേജും കൂടെ അതിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അധികം വേവൊന്നുമില്ലല്ലോ, പെട്ടെന്നായി കിട്ടും. പിന്നെ ഞാൻ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഉലുവയും കടുകും വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. കാബേജ് അവിടെ ഒരു അടുപ്പത്തുണ്ട്. അപ്പം ഞാനിതാ ഉലുവയും കടുകും കൂടെ വറുത്തെടുക്കണം കേട്ടോ. ഉലുവ നല്ലൊരു ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കണം കേട്ടോ. എന്നാലും അതിൻ്റെ ഒരു വറവിൻ്റെ മണമൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഏകദേശം ഈ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ. പിന്നെ ഞാൻ വേറൊരു ചട്ടി വെച്ചിട്ട് അതിലാണ് കേട്ടോ അച്ചാറിടാൻ പോണത്. അപ്പോൾ പിന്നെ ഞാൻ പുളി വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ പുളി വെച്ചിട്ടുണ്ടായിരുന്നു. പുളി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ തിരുമ്പി എടുക്കുമ്പോൾ അതിമത്തെ എല്ലാ പുളിയും പോരൂല. ഒന്ന് ചൂടാക്കി എടുത്താൽ, ഒന്ന് തിളപ്പിച്ചെടുത്താൽ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അതിമുള്ള പുളിയൊക്കെ കിട്ടും. പിന്നെ അതിലേക്ക് എരിവിന് ഇടാൻ വേണ്ടിയിട്ട് ചീനമുളകാണ് കേട്ടോ. ഇതും അമ്മ കൊടുന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പഴുത്ത ചീനമുളകും ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊട്ടിച്ചെടുക്കാൻ വിചാരിച്ചു കേട്ടോ. ഈ കഷ്ണത്തേക്ക് അത്യാവശ്യം എരിവാണല്ലോ. പിന്നെ ഇതിൽ മുളക് പൊടി അച്ചാർ പൊടി ഒന്നും ഇടൂല കേട്ടോ. അപ്പോൾ ഈ ചീനമുളകൊക്കെ ഞാൻ മിക്സിയിൽ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇത്രയും ചീനമുളക് ഇട്ടപ്പോൾ അത്യാവശ്യത്തിനുള്ള എരി ഉണ്ട് കേട്ടോ. ഓവറാണോ ചോദിച്ചാൽ അത്രയൊന്നുമില്ല. അച്ചാറൊക്കെ ആകുമ്പോൾ കുറച്ച് എരിവാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എരിവും പുളിയൊക്കെ നല്ല അത്യാവശ്യത്തിന് വേണം കേട്ടോ. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് എരിവ് പാകമായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ അച്ചാറിടുമ്പോൾ ഇങ്ങനെ അച്ചാറിടുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ചീനമുളക് ഇടണ്ട, പച്ചമുളക് പിന്നെ നിങ്ങൾ ആവശ്യത്തിന് എരിക്കുള്ളത് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അതാ കടുക് വറുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കറിവേപ്പില ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ ഈ പൊട്ടിച്ച് വെച്ച് മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ പച്ചമുളകാണ് ചേർക്കണമെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ഈ സമയത്ത് ഇതിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ പുളി എടുത്ത് വെച്ചിട്ടുള്ള വെള്ളമാണിത്. ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ ഇതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുള്ളൂ കേട്ടോ. എന്നിട്ട് അതൊന്ന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് 1-2 തിളച്ചാൽ മതി. ആ മഞ്ഞൾപ്പൊടിയുടെ ചുവ ഒന്ന് മാറുന്നത് വരെ കേട്ടോ. എന്നിട്ട് പിന്നെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ നമുക്ക് ഓഫാക്കി കൊടുക്കുക. കഷ്ണങ്ങൾ ഇട്ടിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ കഷ്ണങ്ങൾ വെന്ത് പോകും കേട്ടോ. നമ്മളെ കറുമത്തിനൊന്നും തീരെ വേവില്ലല്ലോ. അപ്പോൾ അത് ഉടഞ്ഞു പോവും. അപ്പോൾ നമ്മളിത് ഇട്ട ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം. ഈ ചൂടിൽ വെള്ളത്തിൽ കിടന്നിട്ട് വെന്തോളൂ കേട്ടോ. അപ്പോഴാണ് ആ കഷ്ണങ്ങൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ കൈപ്പക്കയും കറുത്തിങ്ങയും പിന്നെ അതേപോലെ മാങ്ങഞ്ചി 3ഉം കൂടെ ഒന്നിച്ചാണ് കേട്ടോ ഞാൻ കഴുകിയെടുത്തിട്ടുള്ളത്. ഞാൻ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഞാനിതൊക്കെ തിളച്ച് ചീനമുളക് അത്യാവശ്യം ഒന്നിങ്ങനെ വെന്ത് വന്നപ്പോൾ ഇതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇതിനൊരു ചട്ടി അച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മളിത് പുറത്ത് കുറേ ദിവസം വെക്കാനൊന്നും പറ്റില്ല കേട്ടോ. കുറച്ചെടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ ആവശ്യമുള്ള ടൈമിന് എടുക്കാൻ കേട്ടോ ചെയ്യാം. പിന്നെ അത് ഞാൻ ഓഫാക്കി വെച്ചു. പിന്നെ അത് പൊടിച്ചിട്ട് അതും കൂടെ അതിലിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഇതാ മമ്മ കുളിയൊക്കെ കഴിഞ്ഞ് ചോറുന്നലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പുളിങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അനിയൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചുണ്ടായിട്ടുള്ളൂ കേട്ടോ. ഒരു 5 കിലോ ഉണ്ടായിരുന്നു വാങ്ങിയതാണ്. അപ്പം മമ്മ അതൊക്കെ കുരു കളഞ്ഞ് പിന്നെ നമ്മൾ കോഴികൾ ഇവിടെ ഉണ്ട് കേട്ടോ. കുരു കളഞ്ഞ് അസംസ്കാരം കഴിഞ്ഞപ്പോൾ നമ്മൾ പറമ്പിൽ പോയോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പോയോക്കിയതാണ്. അന്ന് ചക്ക വിരിഞ്ഞിട്ട് ചക്ക ഇട്ടപ്പോൾ മൂത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളെന്നാൽ നമുക്കൊന്ന് പോയോക്കാം. ഇപ്പോൾ 1 മാസമൊക്കെ കഴിഞ്ഞില്ലേ പറഞ്ഞിട്ടൊന്ന് പോയോക്കിയതാണ്. അപ്പോൾ ഞാനും മമ്മിയും കൂടെ അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ തൊടിയൊക്കെ പോണ വഴിയാണിത്. അപ്പോൾ ഇവിടെ വെറുതെ ഞാനിത് തന്നെ പോകുമ്പോൾ ഒന്നിങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. അവിടെ കുട്ടികൾ കളിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒന്നിങ്ങനെ എടുത്തതാണ്. പിന്നെ നമ്മളെ അയൽവാസിത്തെ വീടാണ് കേട്ടോ അത്. വീടിൻ്റെ നമ്മളെ തൊടിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു വീട് വെച്ചതാണ്. പിന്നെ നേരെ ഇപ്പുറത്തും ഉണ്ട് കേട്ടോ വീട് പണി തുടങ്ങാൻ.
അപ്പോൾ അതാ തൊടിയിലെ ആൾക്കാരൊക്കെ അന്ന് പണിയെടുത്താണല്ലോ, അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ കഴുങ്ങും തൈയൊക്കെ ഇപ്പം നനക്കണമുണ്ട്, ഇപ്പോൾ നല്ല വെയിലല്ലേ, അപ്പോൾ നനക്കണമുണ്ട്. അപ്പോൾ ഒരു പൂച്ച അവിടെ ഇങ്ങനെ ഇരുന്ന് എന്തോ തിന്നാണ്. അവിടെ അടുത്തുള്ള വീട്ടുകാർ വേസ്റ്റൊക്കെ കൊടുന്നിട്ടിട്ടേ, അപ്പോൾ അതൊക്കെ തിന്നപ്പോൾ ചക്ക എന്തായിക്കണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഉമ്മ അതിൻ്റെ അടുത്ത് പോയി നോക്കിയതാട്ടോ. അപ്പോൾ ഉമ്മ അവിടെ നിന്നപ്പോൾ പറയണ്ട എന്തോ ഒരു പഴുത്ത മണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അതിമൊന്ന് ഞെക്കി നോക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നോക്കണ്ടോ ഒന്നിങ്ങനെ പഴുത്തിക്കണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പനോട് ഞങ്ങൾ വന്നിട്ട് പറഞ്ഞു അത് പഴുത്തിട്ടുണ്ടാവും ഉപ്പാന്ന് പറഞ്ഞപ്പോൾ നാളെ പോകുമ്പോൾ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയ്ക്ക് തന്നെ വിശേഷങ്ങളുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ തൊടിയിൽ ഇങ്ങനെ വാഴക്കൊലകളുണ്ടോയെന്നൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ടോ. നമ്മൾ ഓരോ ദിവസങ്ങൾ കഴിഞ്ഞ് പോകണത് എത്ര പെട്ടെന്നാണല്ലേ, നമ്മൾ വിചാരിക്കണ മാതിരിയൊന്നുമല്ല കാര്യങ്ങൾ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ അമ്മ അതാ വന്നിട്ട് കൂവപ്പൊടി വിരകിയതാണ് കേട്ടോ, അത് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് തന്നെ വിശേഷങ്ങളുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക്